സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ടൈമിൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതായത് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വീക്കിലി എക്സാമിന് പഠിച്ചപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്ന വർക്ക് ബുക്ക്, സ്റ്റഡി മെറ്റീരിയൽ, അവർ തരുന്ന ബുക്സൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, അത് ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, ചില പേര് അത് കംപ്ലീറ്റ് ചെയ്തവരുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ സൊല്യൂഷനൊക്കെ പക്കായിട്ട് വൃത്തിയായിട്ട് എഴുതിയവരൊക്കെ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാത്തവരുണ്ടാവും. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട്. സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ ചെയ്യേണ്ടത്? അതായത് നിങ്ങളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യനെ റിപ്പീറ്റ് അടിക്കണോ അതോ വേറെ ബുക്കിലോട്ട് പോകണോ എന്നുള്ളതൊക്കെയാണ്. അതായത് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അതായത് എന്നെ നീറ്റിൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ളൂ എന്താ പറയുക, നമുക്ക് ഇനിയും ഇതുപോലത്തെ നല്ല നല്ല കണ്ടൻറ്റ്സ് ഇടാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ആയിട്ട് കിട്ടും. ഒരുപാട് നീറ്റ് ആസ്പിറൻസിന് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. ജസ്റ്റ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലോട്ട് പോലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് പരിചയപ്പെടുത്തി തരാം. അതായത് നിങ്ങളിപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, PYQs ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതായത് ലാസ്റ്റ് ടൈമിലൊക്കെ നിങ്ങൾ PYQs ഒക്കെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നീറ്റിന് ഒരുപാട് സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് റെഡ്യൂസ്ഡ് സിലബസ് ഉണ്ട്. അതായത് ന്യൂ സിലബസ് അനുസരിച്ചുള്ള ബുക്കുകൾ കുറവാണ്. സോ ന്യൂ സിലബസ് അനുസരിച്ചുള്ള ഒരു ബുക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. SN പബ്ലിഷ് ചെയ്യുന്ന ബുക്കാണ് ഇത്. കെമിസ്ട്രിൻ്റെ ബുക്കാണ്. അതുപോലെ തന്നെ ഫിസിക്സും ബയോളജിയൊക്കെ അവൈലബിൾ ആണ്. ഇതിൻ്റെ മോസ്റ്റ് എക്സ്ക്ലൂസീവ് ഫീച്ചറായിട്ട് ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ, ഓഫ് കോഴ്സ് ഇപ്പോൾ ഒരു ബുക്കിൻ്റെ ബാക്കിൽ സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷേ സൊല്യൂഷന് പുറമെ നമുക്ക് ഏതിലൊക്കെ ടോപ്പിക്സ് ഡൗട്ട്, അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്തിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്കാനർ അവൈലബിൾ ആണ്. ഓക്കെ, സ്കാനർ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സൊല്യൂഷൻ നമുക്ക് വീഡിയോ സൊല്യൂഷൻ കിട്ടും. അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഫീച്ചർ തന്നെയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്. അതായത് എല്ലാ ബുക്ക് പബ്ലിഷേഴ്സും ഇത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ പാസ്റ്റ് 15 years PYQs ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങി യൂസ് ചെയ്യുക. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് അത് വാങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. ആമസോണും ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ അടുത്തുള്ള ബുക്ക് സ്റ്റാളിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇൻ കേസ് ഓഫ് ബയോളജിയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ബയോളജിയിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇത്ര PYQs ബയോളജിക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ബയോളജി ചെയ്യണം എന്നില്ല. കാര്യം എന്താ വെച്ചാൽ അത് റിപ്പീറ്റ് അടിക്കലുണ്ട്, പക്ഷേ എന്നാലും ചാൻസ് കുറവാണ്. അപ്പോൾ നിങ്ങൾ ബയോളജിക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങളുടെ സ്ഥാപനം തരുന്ന ബുക്സാണ് ചെയ്യേണ്ടത്. വേറെ പുറത്തുനിന്നുള്ള ബുക്സ് ഒന്നും വാങ്ങണം എന്നുള്ളത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ പുറത്ത്, അതായത് നിങ്ങളുടെ സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്ക് ഉണ്ടല്ലോ, അതിൽ തന്നെ ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ ഒരേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ മാത്രം ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതായത് ലെങ്തി ക്വസ്റ്റ്യന് 1 word, ലെങ്തി എന്ന് പറഞ്ഞാൽ അസേഷൻ ആൻഡ് റീസൺ ഉണ്ടാവും. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്, ഇതാണ് ലെങ്തി ക്വസ്റ്റ്യൻ. പിന്നെ അസേഷൻ, പിന്നെ 1 word, അതായത് ഒറ്റ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അപ്പോൾ വാട്ട് ഈസ് ഗ്ലോമൽ ഫിൽട്രേഷൻ റേറ്റ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഇതുണ്ടല്ലോ, അത് ഒറ്റ ഇതിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ അതാണ് അതായത് 1 word, അതായത് പെട്ടെന്ന് കിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ പിന്നെ ഈ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ, ഇതാണ് ലെങ്തി ആൻഡ് ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇത് രണ്ടും നിങ്ങൾ ചെയ്യണം. അതായത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്കിൽ ഇത് 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനും ഉണ്ടാകും, ഷുവറാണ്. പിന്നെ നിങ്ങൾ കെമിസ്ട്രിക്കും ഫിസിക്സും നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഫിസിക്സിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങളുടെ എന്താ പറയുക, ഒന്നല്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യുക. അതായത് ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആണ്, നിങ്ങൾക്ക് ഇനിയും ചെയ്താലും പെട്ടെന്ന് ചെയ്താൽ കിട്ടും. ഒന്നും കൂടി നിങ്ങൾക്ക് കോൺസെപ്റ്റൊക്കെ റിവൈസ് ചെയ്തെടുക്കുക. അതായത് നിങ്ങൾ മറന്നു പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അത് അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബുക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ അവരിപ്പോൾ വർക്ക് ബുക്കും സ്റ്റഡി മെറ്റീരിയലൊക്കെ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടി തരുന്നതാണ്. ചിലപ്പോൾ അത് level 1, level 2, level 3, level 4 എന്ന് പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്താ വെച്ചാൽ അതൊന്നും ചിലപ്പോൾ level 4 ഒന്നും ഒരിക്കലും നീറ്റിൽ ചോദിക്കാൻ ചാൻസ് ഇല്ല. JEE ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. അതെന്താ വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ഡെപ്തായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്, അതായത് പിന്നീട് നിങ്ങൾക്ക് അങ്ങനെ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാനുള്ള സമയമില്ല. അപ്പോൾ അതങ്ങനെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടി തരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് എൻ്റെ ഒരു പ്രിഫറൻസ്, അതായത് ഒരു കഴിഞ്ഞ വർഷത്തെ ഒരു നീറ്റ് ആസ്പിറൻറ്റ്, അതായത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഡു മാക്സിമം നമ്പർ ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അതായത് നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതായത് നീറ്റിന് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് AIPMT, അതായത് നിങ്ങൾക്ക് കണ്ടോ പ്രീവിയസ് ഇയറിൽ നീറ്റിൻ്റെ, അതായത് മെഡിക്കൽ എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള PYQs മാത്രമല്ലാതെ
ഇപ്പോൾ JEE അതായത് അഡ്വാൻസ്ഡ് അല്ല, മെയിൻസ്, JEE മെയിൻസിൻ്റെ നീറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു മറ്റുള്ള എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, അത് അവരുടെ നീറ്റിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങളുടെ സിലബസിൽ ഉള്ളിലുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഇപ്പോൾ ഒരുപാട് സിലബസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ആൻസർ കിട്ടും. അതെന്ന് വെച്ചാൽ അത്ര വലിയ ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടിപ്പോകും. അങ്ങനെ പെട്ടെന്ന് കിട്ടുമ്പോൾ എന്നുള്ള ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വിത്തിൻ എ ഷോർട്ട് ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. ദിസ് വിൽ ബൂസ്റ്റ് അപ്പ് യുവർ കോൺഫിഡൻസ്. ഈ കാരണം കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ബൂസ്റ്റ് അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാമിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ അത്രയും പീക്ക് ലെവലിലായിരിക്കും നിങ്ങൾക്ക്. ഏതൊരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ആൻസറിൽ എങ്ങനെയെങ്കിലുമൊക്കെ, അതായത് കറക്റ്റ് മെത്തേഡൊന്നും ആയിരിക്കില്ല, എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എത്തിപ്പെടാനുള്ളൊരു ഇതായിട്ട് മാറാം. സോ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ഫിസിക്സ് അങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ വേണ്ട, നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വളരെ വലിയ ചാപ്റ്റർ, 2 ചാപ്റ്റർ കൂടിയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് എക്സാമ്പിൾ പറയാം, ഇത് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രിക്കും ഫിസിക്സിനൊക്കെ ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യുക. അതായത് ഇപ്പോൾ ഓരോ ടോപ്പിക്കിനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാവും, മറ്റേ ടോപ്പിക്കിനായിട്ടുള്ള വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതായത് ഓരോ ടോപ്പിക്ക് വൈസ് ഡിവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവും. സോ നിങ്ങൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ട് ആ ടോപ്പിക്കിനായിട്ടുള്ള എല്ലാ ഒരു 30-40 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടോപ്പിക്കിൻ്റെ അണ്ടറിലുള്ള ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ടി വരും. അപ്പോൾ അതല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് എന്താ വെച്ചാൽ ചെയ്യാനുള്ള സമയം നിങ്ങൾക്കില്ല. അതായത് 3 ദിവസത്തിനുള്ളിൽ 12 ചാപ്റ്ററൊക്കെ നിങ്ങൾ പഠിക്കേണ്ടി വരും മോഡൽ എക്സാമിന്. ഞാൻ മോഡൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കാര്യമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഒരു ടോപ്പിക് ഉണ്ടല്ലോ, അതായത് എല്ലാ ടോപ്പിക്കിൻ്റെ അണ്ടിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുക, പിന്നെ അടുത്ത ടോപ്പിക്കിൻ്റെ അണ്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യുക. അങ്ങനെ എല്ലാ ടോപ്പിക്കിനും ഓരോരോ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചെയ്യും. ഫസ്റ്റ് റൗണ്ട് റിവിഷൻ കഴിഞ്ഞു, 2ാമത്തെ റൗണ്ട് റിപ്പീറ്റ് അടിക്കുക, വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് അടിക്കുക. അങ്ങനെ അടിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കത്തെ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. എന്നാൽ എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് ഷോർട്ട് ടൈമിൽ നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റും. ഞാൻ ഉപയോഗിച്ചൊരു മെത്തേഡാണിത്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. പിന്നെ 25 മിനിറ്റ് അതായത് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ അരമണിക്കൂർ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. നിങ്ങളിങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുക. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ഇത് കിട്ടില്ല, പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് പോകാൻ പറ്റില്ല. ബയോളജി ഒക്കെ എങ്ങനെ പഠിക്കേണ്ടത് വെച്ചാൽ, NCERT ഒരു തവണ റീഡ് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ഈ ഒരു സമയത്ത് മാക്സിമം ചെയ്യേണ്ടത്. ഒരുപാട് എക്സാം ചെയ്യുക എന്നുള്ളതാണ്. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇപ്പോൾ ഓർഗാനിക് കെമിസ്ട്രിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PYQs നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് കാണും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരുള്ളൂ നീറ്റിന്. അത് എന്താ വെച്ചാൽ, നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസിൽ കടന്നു പോവുക. അതായത് ഈ 3 മാസം കൊണ്ട് നിങ്ങൾ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കടന്നു പോകുന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലൂടെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള ചെറിയൊരു എന്താ പറയുക ഇത് തിരിയാന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. സോ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സോ ഉഷാറായിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക. ഒരു ദിവസം പോലും ഇനി ബ്രേക്ക് എടുക്കാതിരിക്കുക. അതായത് ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കാതിരിക്കുക. ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഹാങ് ഓവർ ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് ബ്രേക്ക് എടുത്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് ഒരു ട്രാവൽ കയറണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ബ്രേക്ക് എടുക്കാതിരിക്കുക. പിന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ, മോഡൽ എക്സാമിൻ്റെ കാര്യമാണ് പറയുന്നത്, ഇന്നിപ്പോൾ 2 to 5 ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാം, അല്ലെങ്കിൽ 2 to 5:20 ആയിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നത്. 3 മണിക്കൂർ 20 മിനിറ്റ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, പിന്നെ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ സെൻറ്ററിൽ പോയിട്ട് ഓഫ്ലൈൻ എക്സാം എഴുതണം കേട്ടോ. ഓഫ്ലൈൻ എക്സാം ഉണ്ടെങ്കിൽ ഓഫ്ലൈൻ എക്സാം എഴുതുക. ഓഫ്ലൈൻ എക്സാം എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ, വീട്ടിൽ പോയിട്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഫുള്ളായിട്ട് കാണുക. അതായത് നിങ്ങൾക്ക് തെറ്റിപ്പോയ എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ കാണുക. അത് വേറെ സ്ഥലത്ത് എഴുതി വെക്കണമെന്നില്ല. കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാതും എഴുതി വെക്കാൻ നടക്കില്ല. അപ്പോൾ എന്താ വെച്ചാൽ, നിങ്ങൾ ഒക്കെ മനസ്സിലാക്കി വെക്കുക. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ല, എപ്പോഴും തെറ്റിക്കുന്നത് മാത്രം എഴുതി വെക്കുക. മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക, മാക്സിമം എക്സാം ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീറ്റ് കിട്ടാവുന്നേ ഉള്ളൂ. നീറ്റ് സിമ്പിളായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്.